ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് റിയാക്ട് നേറ്റീവിൽ എങ്ങനെ ബോട്ടം ടാബ് നാവിഗേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യം നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്യാം. അതിന് ഞാൻ സ്റ്റാർട്ട് കൊടുക്കാം. ശേഷം ഞാൻ ആൻഡ്രോയിഡ്. അപ്പോൾ ഈ നാവിഗേറ്റേഴ്സിൻ്റെ അണ്ടറിൽ നമുക്ക് ബോട്ടം ടാബ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ആദ്യം ബോട്ടം ടാബ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. പ്രോജക്റ്റ് റൺ ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കൊന്ന് ഗ്രേഡിൽ ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മുടെ ഹോം സ്ക്രീനിൽ നമ്മൾ ഈ ഡ്രോവർ നാവിഗേറ്റർ എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ വിളിച്ചേക്കാണ്. തൽക്കാലം നമുക്ക് ആ ഡ്രോവർ നാവിഗേറ്ററിനെ കമൻറ്റ് ചെയ്യാം. ശേഷം പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ടാബ് നാവിഗേഷൻ .js എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ആ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സ്ക്രീൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. tab1.js എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം സ്നിപ്പറ്റ് യൂസ് ചെയ്യാം, RNFES. അതിൽ നമുക്ക് tab1 എന്ന് പറയുന്നൊരു സ്ക്രീൻ ആഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ tab2.js tab2 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ടാബ് നാവിഗേറ്ററിൽ നമ്മൾ ടാബ് നാവിഗേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടാബ് എന്ന് പറയുന്നൊരു const tab equal to create bottom tab navigator എന്ന് പറയുന്ന ഫങ്ഷൻ കോൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ടാബ് ഡോട്ട് നാവിഗേറ്റർ ഇമ്പോർട്ട് ചെയ്യാം. അതിൽ നമ്മൾ രണ്ട് സ്ക്രീൻ ആഡ് ചെയ്യണം. അതായത് ടാബ് ഡോട്ട് സ്ക്രീൻ ആഡ് ചെയ്തു. അതിൻ്റെ രണ്ട് പ്രോപ്പാണ്. ഒന്ന് നെയിം
നെയിം എന്ന് പറയുന്നത് ടാബ് 1 എന്ന് കൊടുക്കാം. ടാബ് 1 സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. അതേപോലെ കമ്പോണൻറ്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതെന്ന് പറയുന്നത് ടാബ് 1 എന്ന് പറയുന്ന കമ്പോണൻറ്റ്. അപ്പോൾ ആ ടാബ് 1 എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ക്രീനും ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹോം സ്ക്രീനിൽ നമ്മൾ ഈ ടാബ് നാവിഗേറ്ററിനെ വിളിക്കണം. നമ്മളിപ്പോൾ ഹോം സ്ക്രീനിൽ നമ്മൾ ടാബ് നാവിഗേറ്ററിനെ കോൾ ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്യാം. സേവ് ചെയ്തപ്പം നമ്മൾ പുതിയ ടാബ് കമ്പോണൻറ്റ് വന്നിട്ടുണ്ട്. ടാബ് കമ്പോണൻറ്റിൽ നമുക്ക് ഇവിടെ ടാബ് 1 ടാബ് 2 അത് 2 സ്ക്രീനും വന്നിട്ടുണ്ട്. ഇപ്പോൾ ടാബ് 1 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാബ് 1 എന്ന് പറയുന്ന സ്ക്രീനായിരിക്കും കാണുന്നത്. ടാബ് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ടാബ് 2 എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഇതിന് നമുക്കൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ഫ്ലെക്സ് 1, ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു യെല്ലോ കൊടുക്കാം. സെയിം ഈ സ്റ്റൈൽ തന്നെ നമുക്ക് ടാബ് 2 കൊടുക്കാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു ഗ്രേ കൊടുക്കാം. ഇപ്പോൾ ടാബ് 2 നിൽക്കുന്നത്. ടാബ് 2 ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേ ആണ്. ടാബ് 1 ക്ലിക്ക് ചെയ്തു. ടാബ് 1 ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആണ്. അപ്പോൾ നമ്മുടെ സ്ക്രീൻസ് ചേഞ്ച് ആകുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ബാക്കി പ്രോപ്സ് നോക്കാം. അതിൻ്റെ പ്രോപ്സ് നമുക്ക് ഇനീഷ്യൽ റൗട്ട് നെയിമുണ്ട്. ഇനീഷ്യൽ റൗട്ട് നെയിം കൊടുക്കുന്നത് ഏത് ടാബാണോ ആദ്യം കാണിക്കേണ്ടത് എന്നാണ്. അത് നമ്മൾ കൊടുക്കുന്നത് ടാബ് ഡോട്ട് നാവിഗേറ്റർ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റിലാണ്. അതിൻ്റെ പ്രോപ്പായിട്ടാണ് കൊടുക്കുന്നത്. ടാബ് 1 കൊടുത്താൽ ടാബ് 1 തന്നെ വരും. റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ട് നിൽക്കുന്നത് ടാബ് 2 ആണ്. അതായത് ഇനിഷ്യൽ റൗട്ടിനെ നമ്മൾ ടാബ് 2 ആണ് കൊടുക്കുക. ചേഞ്ച് ചെയ്ത് ടാബ് 1 തന്നെ കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ടാബ് ബാറിനും നമുക്ക് ഐക്കൺസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്ന പ്രോപ്പിനകത്ത് ടാബ് ബാർ ഐക്കൺ എന്ന് പറയുന്നൊരു പ്രോപ്പുണ്ട്. അത് നമ്മൾ റിട്ടേൺ കൊടുക്കണം. റിട്ടേണിൽ നമുക്കൊരു ഇമേജ് തന്നെ കൊടുക്കാം. ഇമേജ് നമ്മൾ ഡ്രോവർ നാവിഗേറ്ററിൽ യൂസ് ചെയ്ത ഇമേജ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. വിട്ടാണ്ട് ഇമേജ് കമ്പോണൻറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, അതാണ് ഇഷ്യൂ. അത് ഫിക്സ് ആക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടാബിൽ ഐക്കൺ വന്നിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഐക്കണും കൂടെ എടുക്കാം. രണ്ടാമത്തെ സെറ്റിങ്സ് ആണ്. ടാബ് നാവിഗേറ്ററിൽ വന്നിട്ട് രണ്ടാമത്തെ സ്ക്രീനിൽ ഓപ്ഷൻ ആഡ് ചെയ്യുക. ഓപ്ഷൻസ്, അതിൽ ടാബ് ബാർ
ഐക്കൺ എന്ന് പറയുന്ന പ്രോപ്പായിട്ട് ഒരു ആരോ ഫങ്ഷനാണ്. അതിൽ നമുക്ക് ഫോക്കസ്ഡ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഈ ഇമേജിനെ റിട്ടേൺ ചെയ്യും. ഫോക്കസ്ഡ് ട്രൂ ആണെങ്കിലാണ് റെഡ് വരുന്നത്. ഫോക്കസ്ഡ് ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഫോക്കസ് ട്രൂ ആകുമ്പോൾ നമ്മൾ റെഡ് കളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ. അപ്പോൾ നമ്മൾ ടാബ് 2 സെലക്ട് ചെയ്യുമ്പം ആ ഒരു സ്ക്രീനാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പോണൻ്റാണ് ഫോക്കസ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടാബ് ഫോക്കസ് ആകും. അപ്പോൾ ഈ ഫോക്കസ്ഡ് എന്നുള്ളത് അതിൽ നമുക്ക് ട്രൂ കിട്ടും. ട്രൂ കിട്ടുമ്പം അതിൻ്റെ കളറ് റെഡായിരിക്കും. സെയിം അതേപോലെ തന്നെ നമ്മൾ ടാബ് 1 സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ടാബ് 1ൻ്റെ ഐക്കണിൻ്റെ കളറായിരിക്കും റെഡ് ആകുന്നത്, കാരണം അതായിരിക്കും ഫോക്കസ്ഡ് ആകുന്നത്. അതേപോലെ തന്നെ ഈ ടാബ് 1 എന്നുള്ള ആ ഒരു ടൈറ്റിലും നമ്മൾ ഫോക്കസ്ഡ് ആകുമ്പോൾ കളർ ചേഞ്ച് ആകുന്നുണ്ട്. ഓക്കെ, അടുത്ത ഓപ്ഷൻസിനകത്ത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ടൈറ്റിലിൽ നമുക്ക് ഹോം എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഹോം എന്നായിട്ടുണ്ടായ ആ ഒരു കമ്പോണൻറ്റിൻ്റെ ടൈറ്റിൽ. ഇത്ര നേരം ആ നെയിം ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമുക്ക് സ്പെസിഫൈഡ് ആയിട്ട് നമുക്ക് ആ ടാബിന് ഏത് പേര് വേണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓപ്ഷൻസിനകത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് ടൈറ്റിൽ സെറ്റിങ്സ്. അപ്പോൾ അത് സെറ്റിങ്സ് ഒന്നായിട്ടുണ്ട്. നമുക്ക് ടാബ് ബാറിന് ആക്റ്റീവ് ടിൻറ്റ് കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പ് ഉണ്ട്. അതിലിപ്പോൾ ഞാൻ ഗ്രീൻ കൊടുക്കുകയാണ്. ആക്റ്റീവ് ടിൻറ്റ് കളർ ഗ്രീൻ കൊടുത്തപ്പം നമ്മുടെ ആ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ടാബിൻ്റെ ആ ടെക്സ്റ്റിൻ്റെ കളർ ഗ്രീൻ ആയിട്ടുണ്ട് ഇവിടെ സെറ്റിംഗ്. സെയിം അതേപോലെ തന്നെ നമുക്ക് ടാബ് ബാർ ഇനാക്റ്റീവ് ടിൻറ്റ് കളർ എന്ന് പറയുന്ന ഒരിതുണ്ട്, ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ നമ്മൾ ബ്ലൂ എന്ന് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഹോമിൻ്റെ കളറ് ബ്ലൂ ആയിട്ടുണ്ട്, അത് ഇനാക്റ്റീവാണ്. അതിനുശേഷം നമുക്ക് ഈ ഫോക്കസ്ഡിൻ്റെ കൂടെ നമുക്ക് കളറെന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് കൂടെ എടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പ് കൂടെ എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ടിൻറ്റ് കളറിൻ്റെ കൂടെ ഈ ഒരു കണ്ടീഷൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കളറൊന്ന് കൊടുക്കും. അതായത് നമ്മൾ ഈ ഫോക്കസ്ഡ് എന്ന് പറയുന്ന ആ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പ്, അതായത് ഈ ഫോക്കസ്ഡ് എന്ന് പറയുന്ന പ്രോപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പ് എടുക്കുന്നു. ആ കളറ് നമ്മൾ ടിൻറ്റ് കളറായിട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? നമ്മൾ ഈ ടാബ് നാവിഗേറ്ററിൻ്റെ സ്ക്രീൻ ഓപ്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട് ടാബ് ബാറിൻ്റെ ആക്റ്റീവ് ടിൻറ്റ് കളർ. ആ ആക്റ്റീവ് ടിൻറ്റ് കളർ നമ്മൾ
ഇവിടെ ഈ ഇമേജിൻ്റെ ടിൻറ്റ് കളറായിട്ട് എടുക്കും. അതായത് ആ സെയിം കളർ തന്നെ പ്രോപ്പായിട്ട് ഇതിലേക്ക് കിട്ടും. അതായത് ഇത്രയും നേരം നമ്മൾ ഈ ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മൾ മാനുവലായിട്ടൊരു കളർ പറഞ്ഞു കൊടുത്തു. ഫോക്കസ്ഡ് ആണെങ്കിൽ റെഡ്, അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന്. ഇപ്പം എന്തുവാന്ന് വെച്ചാൽ നമ്മൾ കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പ് കൂടെ അതിൽ നിന്ന് എടുത്തിട്ട് ആ കളറാണ് നമ്മൾ ടിൻറ്റ് കളറായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ടാബ് നാവിഗേറ്ററിൻ്റെ ആക്റ്റീവ് ടിൻറ്റ് കളറായിരിക്കും ആ കളറിൽ വരുന്നത്. ഇനാക്റ്റീവ് ആണെങ്കിൽ ആ ഇനാക്റ്റീവ് കളറായിരിക്കും വരുന്നത്. ഇപ്പം നമ്മുടെ സെറ്റിങ്സ് ബട്ടണാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആക്റ്റീവായി നിൽക്കുമ്പോൾ അതിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കും. അതേപോലെ തന്നെ ബ്ലൂ ആണ് ഇനാക്റ്റീവ് ടിൻറ്റ് കളർ. അതുകൊണ്ട് ഹോമിൻ്റെ കളറ് ബ്ലൂ ആയി, കാരണം അത് ഇനാക്റ്റീവാണ്. ഇപ്പോൾ ഹോമിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേനും ഹോം ആക്റ്റീവായിട്ടുണ്ട്. അതേപോലെ തന്നെ സെറ്റിങ്സ് എന്ന് പറയുന്ന ടാബ് ഇനാക്റ്റീവ് ആയിട്ടുണ്ട്. ഇനാക്റ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ കളറ് ബ്ലൂ ആയിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ ടാബ് 1 എന്ന് പറയുന്ന സ്ക്രീനാണ് ആക്റ്റീവായി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഹോം എന്ന് പറയുന്ന ടാബ് ആക്റ്റീവ് കളറ് ഗ്രീനായിട്ട് വന്നിട്ടുണ്ട്. ടാബ് ബാറിൻ്റെ അടുത്തൊരു പ്രോപ്പാണ് ടാബ് ബാർ ബാഡ്ജ് എന്ന് പറയുന്നത്. ടാബ് ബാർ ബാഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ലിസ്റ്റോ അല്ലെങ്കിൽ ഇൻബോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഒരു ബാഡ്ജ് കൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ടാബ് ബാർ ബാഡ്ജ്. ടാബ് ബാർ ബാഡ്ജ് ഒരു ആരോ ഫങ്ഷനാണ്. അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു കമ്പോണൻ്റാണ്. അത് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം ഒരു വ്യൂ ആഡ് ചെയ്യാം. അതിൽ സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈൽ വിഡ്ത്ത് ഒരു 5, ഹൈറ്റ് ഒരു 5 കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ബാഡ്ജ് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.